നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിഞ്ഞനത്ത് ടോറസ് ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ യുവാവ് മരിച്ചു. വലപ്പാട് കോതകുളം ബീച്ചിൽ വള്ളത്തിലെ പെട്രോൾ മോഷണം പോയി. CC മുകുന്ദൻ MLA വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഞായറാഴ്ച. വാർത്തകൾ വിശദമായി. ദേശീയപാത 66 പെരിഞ്ഞനം സെന്ററിൽ ടോറസ് ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ യുവാവ് മരിച്ചു. പെരിഞ്ഞനം വെസ്റ്റ് സ്വദേശി പള്ളിയാശ്ശേരി മാധവന്റെ മകൻ പ്രിയൻ കുമാറാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടം ഉണ്ടായത്. ഭാര്യയെ പെരിഞ്ഞനത്തെ ജോലിസ്ഥലത്ത് എത്തിച്ച ശേഷം സ്കൂട്ടറിൽ എതിർദിശയിലേക്ക് കടക്കവേ 3 പിടിക ഭാഗത്തു നിന്ന് വന്ന ലോറി ഇടിക്കുകയായിരുന്നു. ദേഹത്തുകൂടി ലോറി കയറിയിറങ്ങുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രിയൻ മരണപ്പെട്ടുവെന്നാണ് വിവരം. ഭാര്യ സജിനി, മക്കൾ മിഘ, നിഘ, റിഘ. ബീച്ചുകളിൽ സാമൂഹ്യ വിരുദ്ധരുടെയും മോഷ്ടാക്കളുടെയും ശല്യം പതിവാകുന്നു. വലപ്പാട് കോതകുളം ബീച്ചിൽ വള്ളത്തിൽ സൂക്ഷിച്ചിരുന്ന പെട്രോൾ മോഷണം പോയി. കോതകുളം വട്ടപ്പരത്തി അറപ്പത്തോടിന് സമീപം പനക്കൽ ജുബിൻ ദാസിന്റെ ഉടമസ്ഥതയുള്ള ശ്രീമുരുകൻ വഞ്ചിയിൽ നിന്നാണ് കാനിൽ സൂക്ഷിച്ചിരുന്ന 30 ലിറ്ററോളം പെട്രോൾ നഷ്ടപ്പെട്ടത്. വെള്ളിയാഴ്ച വൈകിട്ട് കടലിൽ പണി കഴിഞ്ഞ് കയറ്റിയിട്ടതായിരുന്നു വഞ്ചി. ശനിയാഴ്ച പണിക്ക് പോവാനായി പുലർച്ചെ എത്തിയപ്പോഴാണ് വഞ്ചിയിൽ പെട്രോൾ ലീക്കായി കിടക്കുന്നത് കണ്ടത്. മോഷണത്തിന് ശേഷം ബാക്കി കാനിലുണ്ടായിരുന്ന പെട്രോൾ വഞ്ചിയിൽ ഒഴിച്ച് കളഞ്ഞ നിലയിലാണ്. കഴിഞ്ഞ ദിവസം പാലപ്പെട്ടി ബീച്ചിൽ ഒരു ഫൈബർ വഞ്ചി തകർത്തിരുന്നു. തീരദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. വലപ്പാട് പോലീസിൽ പരാതി നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗം KK പ്രഹർഷനും സ്ഥലത്തെത്തിയിരുന്നു. ഇപ്പോൾ ഇന്നലെയൊക്കെ മീനുണ്ടായിരുന്നതാണ്. ഇന്ന് വെളുപ്പിന് പണിക്ക് പോകാനായിട്ട് വന്നാണ്. ഇന്നൊരു 1-ാം തീയതിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ് ഞങ്ങൾക്ക്. പക്ഷേ ഇന്ന് പണിക്ക് പോകാൻ വന്ന നേരത്താണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റില്ല. പണിക്ക് പോയവർക്ക് എല്ലാവർക്കും ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പണി നഷ്ടപ്പെട്ട് ഞങ്ങളെ മുതലും നഷ്ടപ്പെട്ടു. കംപ്ലീറ്റ് പെട്രോൾ ഊറ്റിക്കൊണ്ട് പോയി. ബാക്കിയുള്ളത് വഞ്ചിയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു അപകടം സംഭവിക്കേണ്ടതായിരുന്നു. എത്ര ഉണ്ട്? ഒരു 10-30 ലിറ്റർ പെട്രോൾ ഉണ്ടായിരുന്നു. 1 ലിറ്റർ പെട്രോൾ ഉണ്ട്. ഫുള്ളായിരുന്നു. ടാങ്ക് ഫുള്ളായിരുന്നു. ഞങ്ങളുടെ ഒരു തൈ പോലും ഇതിലില്ല, ബാലൻസ് ഇല്ല. കംപ്ലീറ്റ് കൊണ്ടുപോയി. ബാക്കിയുള്ള പെട്രോൾ വഞ്ചിയിൽ ഇങ്ങനെ ബുദ്ധിയായിട്ട് കിടക്കുന്നു. ഇങ്ങനെയാണ് സംഭവിച്ചത്. ഞങ്ങൾ വെളുപ്പിന് വന്ന് നോക്കിയപ്പോഴാണ് കണ്ടത്. പിന്നെ വഞ്ചി തള്ളാനായിട്ട് പണിക്ക് പോകാൻ വേണ്ടി വന്ന നേരത്താണ് ഇത് കണ്ടത്. നാട്ടിക നിയോജക മണ്ഡലത്തിൽ CC മുകുന്ദൻ MLAയുടെ നേതൃത്വത്തിൽ SLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും മാധ്യമ പ്രവർത്തകർക്കുള്ള അനുമോദനവും ഞായറാഴ്ച രാവിലെ 10 നടക്കുമെന്ന് CC മുകുന്ദൻ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മണ്ഡലത്തിലെ പഠന മികവ് പുലർത്തിയ പ്രതിഭകൾക്ക് വിദ്യാഭ്യാസ അവാർഡും SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ സ്കൂളുകൾക്കുമുള്ള പുരസ്കാരമാണ് നൽകുക. റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ആദരവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. CC മുകുന്ദൻ MLA അധ്യക്ഷനാവും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മാധ്യമപ്രവർത്തകർക്കുള്ള ആദരവ് നൽകും. കളക്ടർ VR കൃഷ്ണതേജ IAS, റൂറൽ SP നവനീത് ശർമ്മ എന്നിവർ മുഖ്യ അതിഥികളാവും. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ, മണപ്പുറം MD VP നന്ദകുമാർ, ആസ ഗ്രൂപ്പ് ചെയർമാൻ CP സാലിഹ്, അവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും. സംഘാടക സമിതി കൺവീനർ PS നജീബ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ CK കൃഷ്ണകുമാർ, രാജൻ പട്ടാട്ട് എന്നിവരും MLAയോടൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അവാർഡുകളോടൊപ്പം 3ാമത്തെ MLA ശേഷം 3ാമത്തെ അവാർഡാണ് കൊടുക്കാൻ പോകുന്നത്. ഇതിലൊരു പ്രത്യേകത ഉള്ളത്, നമ്മൾ ആലോചിച്ചത് എല്ലാ പ്രാവശ്യം അവാർഡ് കൊടുക്കുന്നുണ്ട്. എന്നാണ് ഒരു പ്രഖ്യാപനം നടത്തുന്നത് നമ്മുടെ കമ്മിറ്റി കൂടി ആലോചിച്ചു. എൻ്റെ അടുത്ത് പറയുന്നത് അവാർഡ് മാത്രമല്ല, പഠിക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ട് പ്രയാസം അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസം നേരിടുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന സമ്മതി ഏറ്റെടുക്കാവുന്ന കുട്ടികളെ ആവശ്യമായ ട്യൂഷൻ കൊടുത്ത് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് എത്ര കണ്ടുകൊടുത്ത് പഠിക്കാൻ കഴിയുമെന്നുള്ള എല്ലാവിധ സഹായവും നമ്മുടെ ഈ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് എല്ലാ അവാർഡുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു പ്രഖ്യാപനം നടത്താൻ നമ്മുടെ കമ്മിറ്റി കൂടി ആലോചനയോട് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്.
ഭാരതീയ പ്രകൃതി കൃഷി സുഭിക്ഷം സുരക്ഷിതം പദ്ധതിയുടെ ഭാഗമായി താന്യം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ജൈവമിത്ര FIG കൃഷിക്കൂട്ടം മൂല്യവർദ്ധിത ഉൽപ്പന്ന യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. കിഴുപ്പള്ളിക്കര പൂക്കാട്ടുകുന്ന് റോഡ് പരിസരത്ത് വെച്ച് നടന്ന പരിപാടി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. താന്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷറഫ് അധ്യക്ഷനായി. താന്യം ജൈവമിത്ര FIG പ്രസിഡന്റ് NK സുധീരൻ മാസ്റ്റർ, സെക്രട്ടറി MR സബിത എന്നിവർ സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മിനി ജോസഫ് പദ്ധതി വിശദീകരണം നടത്തി. ഞങ്ങളൊക്കെ ഇവിടുന്നാണ് സാധാരണ സൈക്കിളൊക്കെ നഴ്സറിയൊക്കെ വാങ്ങി കൊണ്ടുപോയി ഞങ്ങളൊക്കെ പഞ്ചായത്തിലൊക്കെ കൈകാര്യം ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു ഇടപെടൽ നടത്തുന്ന, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് ആവശ്യമായി വരുന്ന പച്ചക്കറി ഉൽപ്പന്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതിലെ ഗണ്യമായ ഭാഗം നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് തുടങ്ങിയുള്ള മേഖലയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ 2 തരം കൃഷിയാണ്. ഒന്ന് നമ്മൾ മലയാളികൾക്ക് വിഷം കടിച്ച് കയറ്റിയിട്ടുള്ള ആ ഉൽപ്പന്നം അവർക്ക് ഭക്ഷിക്കാനുള്ളത് വിഷരഹിതമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലയിൽ 1000 കുടുംബങ്ങൾക്ക് പെരുന്നാൾ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. മഴക്കാലത്ത് പ്രയാസമനുഭവിക്കുന്ന തീരദേശ മലയോര മേഖലകളിലെ കുടുംബങ്ങൾക്കാണ് പ്രധാനമായും ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചത്. വടനപ്പള്ളി മദാർ ഇസ്ലാമിക് അക്കാദമിയിൽ നടന്ന വിതരണോദ്ഘാടന ചടങ്ങ് SYS ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ അസീസ് നിസാമിയുടെ അധ്യക്ഷതയിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PU അലി ഉദ്ഘാടനം ചെയ്തു. ഫിനാൻസ് സെക്രട്ടറി PB അബ്ദുള്ളക്കുട്ടി ഹാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു. SYS ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ എറിയാട്, ഭാരവാഹികളായ MS മുഹമ്മദ്, റാഫിദ് സഖാഫി, വാഹിദ് നിസാമി, മിത്ലാജ് മതിലകം, ബഷീർ അഷ്റഫി, മാഹിൻ സുഹ്രി എന്നിവർ സംസാരിച്ചു. ഫ്ലവേഴ്സ് മ്യൂസിക്കൽ വൈഫ് ചാപ്റ്റർ ഫോർ വിജയി ജോയ്സ് സുരേന്ദ്രനെ തണൽ സാംസ്കാരിക വേദി പ്രവർത്തകർ ആദരിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭ സുബിൻ ജോയ് സുരേന്ദ്രന് ഉപഹാരം നൽകി. PS സന്തോഷ്, യദുകൃഷ്ണൻ അന്തിക്കാട്, സുമേഷ് പാനാട്ടിൽ, അജ്മൽ ഷെരീഫ്, ഫിറോസ് വലിയകത്ത, ജിതേഷ് സോമൻ, നജാദ് ഫിറോസ്, ആദിൽ കരയാമുട്ടം, മുഹമ്മദ് സ്വാലിഹ് എന്നിവർ പങ്കെടുത്തു. പദ്ധതിയാണ് തണൽ എന്ന് പറയുന്നത്. തണൽ പദ്ധതിയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊറോണ സമയത്തും പ്രളയ സമയത്തും കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എത്തിക്കുന്നതിലും SSLC+2 അവാർഡുകൾ കൊടുക്കുന്നതിലും വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം നേടിയവർക്കൊക്കെ ആദരവ് കൊടുക്കുന്ന പരിപാടികളൊക്കെ മുന്നിൽ തന്നെ നിൽക്കുവാൻ തണലിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇന്നലെ നടത്തിയ 9-ാം തീയതി നടത്തിയ പ്രോഗ്രാമിലേക്ക് ജോയ്സിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വിന്നർ ഓഫ് മ്യൂസിക്കൽ വൈഫ് ചാപ്റ്റർ ഫോർ ഫ്ലവേഴ്സ് TV നടത്തിയ പ്രോഗ്രാമിൻ്റെ വിന്നറാണ് പ്രിയപ്പെട്ട ജോയ്സി സുരേന്ദ്രൻ. ജോയ്സി നമ്മുടെ നാടിനൊക്കെ വലിയ അഭിമാനമാണ്. കാരണം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പള്ളിപ്രം GF-LP സ്കൂളിലെ കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണ പരിപാടി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ അധ്യക്ഷയായി. വാർഡ് മെമ്പർ ഷൈൻ നെടിയിരിപ്പിൽ, അശ്വതി മേനോൻ, മണി ഉണ്ണികൃഷ്ണൻ, പ്രധാനാധ്യാപിക സൽമ, PTA പ്രസിഡന്റ് KB മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും സ്വാദിഷ്ടവും പോഷക സമൃദ്ധവുമായ പ്രഭാത ഭക്ഷണം നൽകുന്നതിന് ആവശ്യമായ ഫണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രൊജക്ടിൽ വകയിരുത്തിയായി അധികൃതർ അറിയിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? മായ കോളേജ് നിങ്ങൾക്കൊപ്പമുണ്ട്. റാങ്കുകളുടെ അകമ്പടിയോടെ 50 വർഷത്തിലേറെ പ്രൗഢമായ പാരമ്പര്യം, മാറുന്ന നൂതന വിദ്യാഭ്യാസ രീതികൾക്കൊപ്പം തികഞ്ഞ അച്ചടക്കത്തോടെ ഇന്ത്യക്കകത്തും പുറത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള മികച്ച കോഴ്സുകൾ, പ്രഗത്ഭരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, കുഞ്ഞുണ്ണിമാഷ് പഠന ഗവേഷണ ലൈബ്രറി. മായ കോളേജ് കോഴ്സസ് ഓഫ് MA, BA, MCom, BCom, MBA, BBA, MCA, BCA, സ്റ്റേറ്റ് ആൻഡ് NIOS +2 കോഴ്സുകളും. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കലാ, സാഹിത്യ, സംഗീത, കായിക മേഖലകൾ സമന്വയിക്കുന്ന ക്യാമ്പസ്. മായ കോച്ചിംഗ് സെന്റർ, PSC കോച്ചിംഗ്, ട്യൂഷൻ ഫോർ സ്റ്റേറ്റ് ആൻഡ് CBSE, LP, UP, ഹൈസ്കൂൾ, +2, UG, PG, ഡിപ്ലോമ, ഓൾ സബ്ജക്ട്സ്. മോണ്ടിസോറി പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിംഗ്,
കോളേജ് ഓഫ് ഫാഷൻ ഡിസൈൻ, പാരാമെഡിക്കൽ അക്കാദമി, കമ്പ്യൂട്ടർ അക്കാദമി കൂടാതെ നിരവധി റെഗുലർ കോഴ്സുകളും. ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. പ്രവേശനം തുടരുന്നു. മായ കോളേജ്, വലപ്പാട്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to University of Calicut, approved by Government of Kerala. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. KSKTU നാട്ടിക ഏരിയ കമ്മിറ്റി PK കുഞ്ഞച്ചൻ അനുസ്മരണം നടത്തി. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് കർഷക തൊഴിലാളി കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം ലളിത ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി സെക്രട്ടറി KS ഷനിത് അധ്യക്ഷനായി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, സുനിത മുത്തുരാജ്, സന്തോഷ് കേരച്ചൻ, PV രാധാകൃഷ്ണൻ, KR സാംബശിവൻ എന്നിവർ സംസാരിച്ചു. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണമടഞ്ഞവർക്ക് കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി ആദരാഞ്ജലികൾ നേർന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി VK പ്രദീപ്, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ്, രാമൻ നമ്പൂതിരി, ലൂയിസ് താണിക്കൽ, നിസാർ കുമ്മങ്കണ്ടത്ത് എന്നിവർ സംസാരിച്ചു. ശ്രീരാമൻചിറ പാടശേഖരത്തിൽ വിരിപ്പ് കൃഷി ചെയ്യുന്നതിന്റെ വിത്ത് വിതയ്ക്കൽ നടത്തി.
ചെമ്മപ്പള്ളി ALP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പാടശേഖര സമിതി ഭാരവാഹികളും ചേർന്നാണ് വിത്തിട്ടത്. 82 ഏക്കർ സ്ഥലത്ത് കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ ജ്യോതി നെൽവിത്താണ് കൃഷി ഇറക്കുന്നത്. പഞ്ചായത്ത് അംഗം ഗുണസിംഗ്, പാടശേഖര സമിതി പ്രസിഡന്റ് PV സുനിൽ, സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിൽ, പ്രധാന അധ്യാപിക ബിന്ദു, അധ്യാപകരായ സ്മിത, റിജീല എന്നിവർ പങ്കെടുത്തു. നമ്മൾ ശ്രീരാമചന്ദ്ര പാടശേഖരത്തിൽ അന്തിക്കാട് താനും പഞ്ചായത്തുകളിലായിട്ട് 82 ഏക്കർ സ്ഥലത്താണ് വിരിപ്പ് കൃഷി ഇറക്കുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇപ്രാവശ്യം നമ്മൾ VIP-കളൊന്നും ഇല്ലാതെ നമ്മുടെ കുഞ്ഞു മക്കളെ VIP-കളാക്കിയിട്ട് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. ജ്യോതി നെൽവിത്താണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വരും തലമുറകളിലേക്ക് ഉള്ള കുട്ടികളും ഈ കൃഷിയിലേക്ക് ആകർഷിക്കാനും അതുമാതിരി അതിനോടുള്ള ഒരു പ്രചോദനം എല്ലാം ഉണ്ടായി കൃഷി നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകാതിരിക്കാനും കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് മൈലാഞ്ചി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ KJ സിന്ധു, EB ഷൈജ, NSS ലീഡർ ശ്രീലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. മെഹന്തി ഇടൽ മത്സരത്തിൽ കൊമേഴ്സ് വിഭാഗത്തിലെ റിംസാന സാലിം 1ാം സ്ഥാനം കരസ്ഥമാക്കി. ബയോളജി സയൻസിലെ ഭദ്ര, കൊമേഴ്സിലെ സഹല എന്നിവർ 2ാം സ്ഥാനം പങ്കിട്ടെടുത്തു. NSS യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ മൈലാഞ്ചി ഫെസ്റ്റ് ബക്രീദിനോടനുബന്ധിച്ച് ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. കുട്ടികൾ വാശിയേറിയ മത്സരം തന്നെയായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് പ്രഖ്യാപിച്ച് അതിൻ്റെ വിജയിക്ക് സ്കൂൾ അസംബ്ലിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സമ്മാനം കൊടുക്കുന്നതാണ്. കുട്ടികൾക്ക് ഓരോ മൈലാഞ്ചി ട്യൂബ് കൂടി ഈ അവസരത്തിൽ NSS യൂണിറ്റ് വീട്ടിലേക്ക് കൊടുത്തയച്ചു. കരയാമട്ടം MYCA ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡും ചികിത്സാ സഹായ വിതരണവും പുസ്തക പ്രകാശനവും നടത്തി. സാഹിത്യകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് OK അബൂബക്കർ അധ്യക്ഷനായി. KH കബീർ, PS സന്തോഷ്, MM ഇക്ബാൽ, സരസ്വതി വലപ്പാട്, സജിത്രൻ തയ്യൽ, ജിതേഷ് സോമൻ, ഡേവിസ് വാഴപ്പള്ളി, നാസർ ഷാ എന്നിവർ സംസാരിച്ചു. ഓരോ വർഷവും കഴിയുന്തോറും വളർച്ചയിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ ഹാജിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ സംഘടന അത് വ്യത്യസ്ത മേഖലകളിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ്. അവരുടെ ലക്ഷ്യം ജനസേവനമാണ്. അതിന് നേതൃത്വം എടുക്കുന്ന അബൂബക്കർ ഹാജി എന്ന ആ വലിയ മനസ്സുള്ള വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇതുപോലെ വിദ്യാഭ്യാസ അവാർഡുകൾ പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടും അരി വിതരണം നടത്തിക്കൊണ്ടും ഒരുപാട് പ്രവർത്തന മേഖലകൾ നടത്തിയിട്ടുള്ള ഈ സംഘടന അത് നമ്മുടെ മണപ്പുറത്തിൻ്റെ അഭിമാനമാണ്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിൽ നിന്നും വിരമിക്കുന്ന ക്ഷേത്രം ജീവനക്കാരി സുമ സുബ്രഹ്മണ്യന് യാത്രയപ്പ് നൽകി. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പ്രദീപ് കരിപ്പാടത്ത് ഉദ്ഘാടനം ചെയ്തു. ബോർഡ് അംഗം ഗിരീഷ് മാത്തുക്കാട്ടിൽ അധ്യക്ഷനായി. സുശീൽ ചാളിപ്പാട്ട്, പ്രവീൺ ചെറുകര എന്നിവർ സംസാരിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ സൗമ്യമായി ഭക്തജനങ്ങളോട് പെരുമാറുകയും ഈ ഗിരീഷ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ സാധാരണ പെർമനന്റ് അല്ലാത്ത ആളുകൾ പോലും ഇവിടെ വന്നിട്ട് വളരെയധികം മോശമായ രീതിയിലാണ് പലരോടും പെരുമാറിയിരുന്നത്. അവരെ നമുക്ക് പിരിച്ചുവിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും കാലത്തെ പ്രവർത്തനത്തിനിടയ്ക്ക് സുമചേച്ചിയിൽ നിന്നും ഒരു മോശമായ ഒരു പെരുമാറ്റം ഭക്തജനങ്ങൾക്ക് ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും സുമചേച്ചി നല്ലൊരു റിട്ടയർമെന്റ് ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ ആയുരാരോഗ്യത്തോടു കൂടിയിട്ട് ഇനിയും കുറേ കാലം ജീവിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇപ്പം ഈ പറഞ്ഞ പോലെ ആളെ താൽക്കാലികമായിട്ട് നമ്മൾ വീണ്ടും ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രം 104 സംവത്സരങ്ങൾ പിന്നിട്ടതിൻ്റെ ഭാഗമായി SNGS ഭരണസമിതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശിവഗിരി മഠം അദ്വൈതാനന്ദ തീർത്ഥ സ്വാമികൾ നേതൃത്വം നൽകി. ഭരണസമിതി പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, ജനറൽ സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ കൊട്ടേക്കാട്, ട്രഷറർ ജയപ്രകാശ് ഭണ്ഡാരൻ, സെക്രട്ടറി രതീഷ് കൂനത്ത് എന്നിവർ നേതൃത്വം നൽകി. ഓരോ ഭവനത്തിൽ നിന്നും ഇത്ര പേര് അതിനായി സമർപ്പിക്കണം എന്ന് പറയുകയും
തുടർന്ന് ആ തെങ്ങിൻ്റെ ആദായം എടുത്തുകൊണ്ട് സമയാസമയങ്ങളിൽ എടുത്തുകൊണ്ട് ആശ്രമ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ധനം കണ്ടെത്തുകയും ഈ തെങ്ങുകെട്ട് എന്നുള്ള ചടങ്ങിന് വേണ്ടിയിട്ട് ഗുരുദേവൻ ചെറുപ്പത്തില വന്ന് താമസിച്ച ആ പ്രദേശങ്ങളിലുള്ള ഭവനങ്ങൾ ആലപ്പുഴ ചേർത്തല തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അറബി ക്ലബിന്റെ നേതൃത്വത്തിൽ മൈലാഞ്ചി ഇടൽ മത്സരം സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് CS ഷൈജ ഉദ്ഘാടനം ചെയ്തു. NK കനക രശ്മി, ഷഹർബാൻ, KV ഷൈൻ, VD സന്ദീപ്, ഷാഹുൽ ഹമീദ്, സഗീർ, ഷഫീദ എന്നിവർ നേതൃത്വം നൽകി. ഇനി വിദ്യാലയങ്ങളിലൂടെ. TMC ഗ്രാമ്യ 7ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് തളിക്കുളം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ്. തൃശൂർ ജില്ലയിലെ തളിക്കുളം പഞ്ചായത്തിലെ ഏക സർക്കാർ ഹൈസ്കൂളാണ് തളിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂൾ. 1957 സ്ഥാപിതമായ ഈ വിദ്യാലയം തൃശൂർ ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ വിദ്യാലയങ്ങളിൽ ഒന്നാണ്. തളിക്കുളം പഞ്ചായത്തിലെ ഏക ഗവൺമെൻറ് ഹൈസ്കൂൾ കൂടിയാണിത്. 1957 P. കൃഷ്ണൻ ആയിരുന്നു ആദ്യത്തെ പ്രധാന അധ്യാപകൻ. കരുവത്ത് വേലപ്പൻ സൗജന്യമായി അനുവദിച്ച സ്ഥലത്താണ് സ്കൂൾ സ്ഥാപിച്ചത്. 5.5 ഏക്കർ ഭൂമിയിലാണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഹൈസ്കൂളിന് 5 കെട്ടിടങ്ങളായി 18 ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറിക്ക് ഒരു കെട്ടിടത്തിലായി 8 ക്ലാസ് മുറികളുമുണ്ട്. അതിവിശാലമായ ഒരു കളിസ്ഥലം വിദ്യാലയത്തിനുണ്ട്. ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്കും വെവ്വേറെ കമ്പ്യൂട്ടർ ലാബുകളുണ്ട്. 3 ലാബുകളിലുമായി ഏകദേശം 50ഓളം കമ്പ്യൂട്ടറുകളുണ്ട്. 2 ലാബുകളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ്. ഞാൻ തളിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികയാണ്. പേര് ഫാത്തിമ. നമ്മുടെ സ്കൂളിലെ TMC ഗ്രാമ്യ വിദ്യാഭ്യാസ അവാർഡ് 10ാം ക്ലാസ്സിലെ ഫുൾ A+ ലഭിച്ച 7 പേർക്ക് നൽകുന്നു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. എല്ലാ കുട്ടികളും വളരെ ഭംഗിയായാണ് പഠിച്ചത്. എല്ലാവരും ചിട്ടയായുള്ള പഠനം കൊണ്ടാണ് ഇത്ര നല്ലൊരു റിസൾട്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. തളിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതുതായി ചാർജ് എടുത്ത പ്രിൻസിപ്പളാണ് ഞാൻ. എൻ്റെ പേര് ആശ. വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയിട്ടാണ് ഈ 2024 മാർച്ചിലെ പൊതുപരീക്ഷയുടെ വിജയം വന്നപ്പോൾ, റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. കാരണം തികച്ചും സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കയ്പമംഗലം മുതൽ ഏതാണ്ട് ചാവക്കാട് വരെയുള്ള തീരദേശ പ്രദേശത്തെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. ഒട്ടേറെ ബുദ്ധിമുട്ടുകൾക്കിടയിലും നമ്മുടെ വിദ്യാർത്ഥികൾ ഇത്രയും മികച്ച 86% വിജയം, സ്റ്റേറ്റ് ആവറേജിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു വിജയ ശതമാനമാണ് നമ്മുടെ ഹയർ സെക്കൻഡറി മേഖലയ്ക്ക് നേടാനായത്. ഒപ്പം 14 സുവർണ തിളക്കമുള്ള ഫുൾ A+. എൻ്റെ പേര് പ്രിൻസ് മദൻ. ഞാൻ തളിക്കുളം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡൻ്റാണ്. 7 A+ ആണ് ഹൈസ്കൂളിൽ നിന്ന് കിട്ടിയത്. 13 A+ ഹയർ സെക്കൻഡറിയിൽ നിന്നും കിട്ടി. എൻ്റെ പേര് തൻവി. ഞാൻ GVHSS തളിക്കുളത്തിൽ നിന്നാണ് SLC പാസ് ഔട്ട് ആയത്. ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും PT ആയാലും ഞങ്ങൾക്ക് നൈറ്റ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എൻ്റെ പേര് അഞ്ജലി. ഞാൻ GVHSS തളിക്കുളം സ്കൂളിൽ നിന്നാണ് SLC എഴുതിയത്. ഇവിടുത്തെ ടീച്ചർമാരായാലും HM, PT അംഗങ്ങൾ എല്ലാവരും ഞങ്ങളെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സ്കൂളിൻ്റെ അന്തരീക്ഷമായാലും ഞങ്ങളെ കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. എൻ്റെ പേര് ഫസ്ന. ഞാൻ തളിക്കുളം ഹൈസ്കൂളിൽ +2 ബയോസയൻസ് വിദ്യാർത്ഥിനിയായിരുന്നു. എനിക്കിവിടെ +2 ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കിട്ടാൻ കാരണം ഈ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും എല്ലാവരുടെ സപ്പോർട്ടും കാരണം തന്നെയാണ്. ഇവിടെ ഞങ്ങൾക്ക് തരുന്ന നോട്ട്സിൽ പുറമേ തന്നെ ഞങ്ങൾക്ക് എക്സ്ട്രാ നോട്ട്സും എക്സ്ട്രാ ക്ലാസ്സും എല്ലാം തന്ന് ഞങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു. പഠനത്തിൽ മാത്രമല്ല ഞങ്ങളെ ആർട്സിലും സ്പോർട്സിലും എല്ലാത്തിലും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വിജയത്തിന് കാരണക്കാരായ സ്കൂളിനും അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇതുപോലൊരു അവാർഡ് ഒരുക്കി തരുന്ന ഗ്രാമീയ ചാനലിനും ഞങ്ങളുടെയും എൻ്റെയും വക വളരെയധികം നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് അർജുൻ. ഞാനിവിടെ ഹൈസ്കൂളിൽ +1 +2 കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് 97% ആയിരുന്നു. ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു. ഡൗട്ട് ക്ലിയറൻസിനും എല്ലാത്തിനും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഫ്രണ്ട്സായാലും അവരുടെ ഒക്കെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. അതൊക്കെ കാരണമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര നല്ല മാർക്ക് കിട്ടിയത്. അവർക്കൊക്കെ ഭയങ്കര താങ്ക്സ്.
ഇനിയും ഈ സ്കൂളിൽ ഇങ്ങനത്തെ നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹായ്, എൻ്റെ പേര് കൃഷ്ണേന്ദു. ഞാൻ തളിക്കുളം GHS സ്കൂളിലാണ് പഠിച്ചത്. VHSയിലായിരുന്നു. VHSയിൽ ഞങ്ങൾക്ക് പുതിയൊരു സ്കിൽഡ് സബ്ജക്റ്റുകളൊരു തുടക്കം തന്നെയായിരുന്നു. നല്ലൊരു സബ്ജക്റ്റായിരുന്നു, സ്കിൽഡായിരുന്നു. പിന്നെ ഈ സ്കൂളും ടീച്ചേഴ്സും HM ഒക്കെ ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് തന്നെയായിരുന്നു. ഈ സ്കൂളിനോടും ടീച്ചേഴ്സിനോടും ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹപൂർവ്വം നന്ദി ഞങ്ങൾ പറയുന്നു. വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള TMC ഗ്രാമ്യ 7ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി വിദ്യാലയങ്ങളിലൂടെ ഇന്ന് എത്തി നിൽക്കുന്നത് മോഡൽ ഹൈസ്കൂൾ പുതിയങ്ങാടിയിലാണ്. മോഡൽ HS പുതിയങ്ങാടി തൃശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിൽ തളിക്കുളം ബ്ലോക്കിൽ തളിക്കുളം പഞ്ചായത്തിലെ പുതിയങ്ങാടിയിൽ 6 ഏക്കർ വിസ്തൃതിയുള്ള പ്രകൃതി രമണീയമായ കോമ്പൗണ്ടിൽ പ്രവർത്തിച്ചു വരുന്നു. കുട്ടികളുടെ കലാസാഹിത്യ അഭിരുചിക്കും സർഗാത്മക ആവിഷ്കാരങ്ങൾക്കും പ്രത്യേക പ്രോത്സാഹനവും പരിശീലനവും. കായിക രംഗത്ത് പ്രത്യേക ശ്രദ്ധ. പ്രശാന്ത സുന്ദരമായ ഭൂപ്രകൃതി, സ്വന്തമായ ബഹുനില കെട്ടിടം, മികച്ച പഠന സൗകര്യങ്ങൾ, ആരോഗ്യകരമായ പഠനാന്തരീക്ഷം, ശുദ്ധമായ വായുവും വെള്ളവും, കമ്പ്യൂട്ടർ ലാബുകളും ഉണ്ട്. ഞാൻ PS സൈനുദ്ദീൻ, മോഡൽ ഹൈസ്കൂൾ പുതിയങ്ങാടി HM ആണ്. 2023-24 അധ്യയന വർഷം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികളെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഗ്രാമ്യ ചാനലുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥാപനത്തിലെത്തുകയും നമ്മുടെ കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഈ പ്രോഗ്രാം വളരെ അഭിനന്ദനാർഹമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മീഡിയ നടത്തുന്ന പ്രോത്സാഹനം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറേ കൂടി ഉയരത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടുന്നൊരു പ്രേരണ എന്നുള്ള നിലയിൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷജനകമാണ്. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇനിയും സാമൂഹിക പ്രതിബദ്ധത ഉൾക്കൊണ്ടുകൊണ്ട് നടത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ പ്രോഗ്രാമിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് മിഷാൽ വിആർ. ഞാൻ മോഡൽ ഹൈസ്കൂളിൽ ആണ് 10ാം ക്ലാസ് പഠിച്ചത്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയവരാണ് ഞങ്ങൾ 4 പേരും. ഞങ്ങൾ ഈ വിജയത്തിലെത്തിച്ച ഞങ്ങൾക്ക് ഈ വിജയം നേടാൻ ഏറ്റവും അധികം സഹായകരമായത് ഞങ്ങളുടെ അധ്യാപകരുടെ പരിശ്രമവും ഞങ്ങളുടെ അധ്യാപകരും ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളുമാണ്. അവരുടെ സപ്പോർട്ട് കാരണമാണ് ഞങ്ങൾക്ക് ഈ വിജയം നേടാൻ സാധിച്ചത്. ഫുൾ A+ മാത്രമല്ല ജീവിതം ഒതുങ്ങി നിൽക്കുന്നത്. അതിനുമപ്പുറത്തുള്ള ലോകത്താണ് വിജയിച്ച ആളുകളുടെ ലോകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സ്വന്തം കഴിവുകളെ മനസ്സിലാക്കി അതിനെ പരിപോഷിപ്പിച്ച് ജയിക്കുന്നവരാണ് വിജയങ്ങളിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്താൻ എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ. നമസ്കാരം, എൻ്റെ പേര് നിയ രാജേഷ് എന്നാണ്. മോഡൽ HS പുതിയങ്ങാടിയിലാണ് ഞാൻ SSLC എക്സാം എഴുതിയത്. SSLC എക്സാമിന് ഫുൾ A+ നേടാൻ കഴിഞ്ഞത് തീർച്ചയായും എൻ്റെ പ്രയത്നം കൊണ്ട് മാത്രമല്ല, ഇവിടെയുള്ള അധ്യാപകരുടെ എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളും അതിന് പിന്നിലുണ്ട്. പഠനങ്ങളിൽ മാത്രമല്ല, കലോത്സവ വേദികളിലും കായിക മത്സരങ്ങളിലും അവരെല്ലാ തരത്തിലുള്ള സപ്പോർട്ട് നൽകി കൂടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിജയം കരസ്ഥമാക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും നന്ദി പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിഞ്ഞനത്ത് ടോറസ് ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ യുവാവ് മരിച്ചു. വലപ്പാട് കോതകുളം ബീച്ചിൽ വള്ളത്തിലെ പെട്രോൾ മോഷണം പോയി. CC മുകുന്ദൻ MLA വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഞായറാഴ്ച. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.